പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ നിൽക്കുന്നത് നെടുമങ്ങാടിനടുത്തുള്ള ഒരു പാതയോരത്താണ്. നെടുമങ്ങാട്ട് ഒരു ഹതഭാഗ്യൻ്റെ വീട് സന്ദർശിച്ചിട്ട് തിരുവനന്തപുരത്തേക്ക് പോകുന്ന വഴിയാണ് നമ്മളിന്ന് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. ആ വീട്ടിലുണ്ടായിരുന്നത് 3 ദിവസം തുടർച്ചയായി നിരന്തരവും ക്രൂരവുമായിട്ടുള്ള പീഡനത്തിന് വിധേയനായി കൊല്ലപ്പെട്ട സിദ്ധാർത്ഥിൻ്റെ അച്ഛൻ പ്രകാശനും അമ്മ ഷീബയുമായി. അവരെ രണ്ടുപേരെയും കണ്ട് ഏതാനും മിനിറ്റ് സംസാരിച്ചതിന് ശേഷം തിരിച്ചു പോകുന്ന വഴിയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അവരുടെ രണ്ടുപേരുടെയും മുഖഭാവം ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. നിസ്സംഗമാണ് അവരുടെ മുഖഭാവം. അവരുടെ മുഖത്ത് പ്രത്യേകിച്ച് വികാരങ്ങളൊന്നുമില്ല. പ്രത്യേകിച്ച് സിദ്ധാർത്ഥിൻ്റെ അമ്മ ഷീബയുടെ മുഖത്ത് ഒരു വികാരവും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. ഈ പൊതുവിൽ പറഞ്ഞാൽ വളരെ ബ്ലാങ്ക് ആയിരുന്നു അവരുടെ മുഖം. ഞാൻ മനസ്സിലാക്കിയത് അവര് വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് ഇപ്പോൾ എന്നാണ്. ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ മകൻ ആത്മഹത്യ ചെയ്തു എന്ന് മാത്രമേ അറിഞ്ഞിരുന്നുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ പിന്നീടാണ് അവര് മകന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കാണുന്നതും മകൻ 3 ദിവസം ഒരു ഭക്ഷണവും കഴിക്കാതിരിക്കുകയായിരുന്നു എന്നുള്ളതും മകൻ അതിക്രൂരമായി വിചാരണയ്ക്ക് വിധേയനാവുകയും കൊല്ലപ്പെടുകയും ചെയ്യുകയായിരുന്നു എന്നൊക്കെ ഉള്ളത് പിന്നീട് ഷീബ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്നാണ് മനസ്സിലാക്കിയത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് മനസ്സിലാക്കിയതിനെ തുടർന്നാണ് ഷീബയുടെ മുഖത്ത് വികാരങ്ങളെല്ലാം നഷ്ടപ്പെട്ടത്. സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ ഏതാനും മിനിറ്റുകൾ ഞാൻ ഷീബയുടെ മുന്നിൽ ഇരുന്ന സമയത്ത് എനിക്ക് ഒരു തവണ മാത്രമേ ഷീബയുടെ മുഖത്തേക്ക് നോക്കാൻ കഴിഞ്ഞു. കാരണം ആ മുഖം നിർവികാരമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ള ഒരു മാനസികാവസ്ഥയിലായിരുന്നു ഷീബയുടെ അച്ഛൻ പ്രകാശനുമായി ഞാൻ സംസാരിച്ചു. പ്രകാശനും വളരെ നിർവികാരമായിട്ടാണ് എന്നോട് സംസാരിച്ചത്. പ്രകാശൻ എന്നോട് പറഞ്ഞത്, സാർ, ഈ എൻ്റെ മകനെ പീഡിപ്പിച്ച് കൊന്ന 1, 2, 3 കുട്ടികൾ ഏതാണ്ട് 1 മാസത്തിന് മുമ്പ് എൻ്റെ വീട്ടിൽ വന്ന് വളരെ സന്തോഷത്തോടു കൂടി എൻ്റെ മകനോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോയവരാണ് സാർ. അവർക്ക് എങ്ങനെയാണ് ഈ ക്രൂരകൃത്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞത് എന്ന് ആ പിതാവിന് ഇതുവരെ മനസ്സിലായിട്ടില്ല. സുഹൃത്തുക്കൾ, നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. 2012 നടന്ന TP ചന്ദ്രശേഖരൻ വധക്കേസിന് ശേഷം കേരളത്തിൻ്റെ സമൂഹ മനസാക്ഷിയെ ഇത്രയേറെ ഞെട്ടിച്ച ഒരു കൊലപാതകം ഉണ്ടായിട്ടുണ്ടോ സുഹൃത്തുക്കളെ? 2012 TP ചന്ദ്രശേഖരന്റെ മുഖം 51 വെട്ടി വികൃതമാക്കി ചന്ദ്രശേഖരനെ കൊന്ന ആ കൊലപാതകത്തിന്റെ പ്രത്യാഘാതത്തിൽ നിന്ന് ഇന്നും നമ്മൾ വിമുക്തരായിട്ടില്ല. എന്നാൽ അതിന് സമാനമായതോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലോ നമ്മുടെ മനസ്സിനെ ബാധിച്ച ഒരു സംഭവമല്ലേ ഈ സിദ്ധാർത്ഥന്റെ കൊലപാതകം എന്ന് പറയുന്നത്. ഇതാരാണ് ചെയ്തത്? ഇത് സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം എന്ന് തൂവെള്ള പതാകയിൽ എഴുതി വെച്ച് മനുഷ്യനാകണം എന്ന് പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്ന SFIയുടെ കുറെ കാട്ടാളന്മാർ, അവരല്ലേ സുഹൃത്തുക്കളെ ഈ കൊലപാതകം നടത്തിയത്? അവരിപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു കലാകാരനായിരുന്നു സിദ്ധാർത്ഥൻ ഏതോ ചില പെൺകുട്ടികളുമായി നിന്ന് നൃത്തം ചവിട്ടി പോലും ആ നൃത്തം ചവിട്ടിയതിൽ ഉണ്ടായിട്ടുള്ള ആ പകയുടെ അടിസ്ഥാനത്തിൽ എത്ര ക്രൂരവും നീചവും നിഷ്ഠൂരവുമായിട്ടാണ് ഈ സിദ്ധാർത്ഥനെ കൊന്നത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കും. എന്നിട്ട് എന്താ പറയുന്നത്? ആത്മഹത്യയാണെന്നാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്. 3 ദിവസം ഭക്ഷണം കഴിക്കാതിരുന്നൊരു മനുഷ്യന്, 3 ദിവസം ഒരു തരി ഭക്ഷണം പോലും വയറ്റിൽ ചെല്ലാതിരുന്ന 21 വയസ്സുകാരനായ ഒരു ചെറുപ്പക്കാരന് എങ്ങനെയാണ് സുഹൃത്തുക്കളെ ഒറ്റയ്ക്ക് ആത്മഹത്യ ചെയ്യാൻ കഴിയുക? എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുമോ? 3 ദിവസം ഭക്ഷണം കിട്ടാതിരുന്ന ഒരു ചെറുപ്പക്കാരന് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുമോ സുഹൃത്തുക്കളെ? പച്ചയായി കൊന്ന് കെട്ടിത്തൂക്കുകയായിരുന്നു. 130ഓളം കുട്ടികളുടെ മുന്നിൽ വെച്ച് ആ ചെറുപ്പക്കാരനെ കൊന്ന് കെട്ടിത്തൂക്കുകയായിരുന്നു SFIയുടെ ഈ കാട്ടാളന്മാർ. അതിനെല്ലാവരും കൂട്ടുനിന്നു എന്ന് മാത്രമല്ല, ആ ചെറുപ്പക്കാരൻ മരിച്ചു കഴിഞ്ഞപ്പോൾ
ആ ചെറുപ്പക്കാരനെതിരെ ഒരു പെൺകുട്ടിയെ കൊണ്ട് പീഡന പരാതി കൊടുപ്പിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, എത്ര കിരാതമാണ്, എത്ര ഹിംസാത്മകമാണ് ആ പ്രവർത്തനമെന്ന്. എന്നിട്ട് ആ ചെറുപ്പക്കാരൻ മരിച്ചതിന് ശേഷം പോലും ആ ചെറുപ്പക്കാരൻ കുറ്റം ചെയ്തു എന്നുള്ള നിലയിൽ കമ്മിറ്റി കൂടുകയാണ്. ആ കമ്മിറ്റിയിൽ ആ കോളേജിലെ സീനിയർ ആയിട്ടുള്ള പ്രൊഫസർമാരെ ഒപ്പിടുകയാണ് സുഹൃത്തുക്കളെ. ഇത്ര ഭീകരമായിട്ടുള്ള അവസ്ഥയാണ് നമ്മൾ ആലോചിക്കുന്നത്. അതുകൊണ്ട് ഈ കേസ് എന്നിട്ട് ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? ഈ കേസ് എങ്ങനെയും അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുകയാണ്. വയനാട്ടിലെ മുൻ MLA ആയിരുന്ന CK ശശീന്ദ്രൻ ഈ വിഷയത്തിൽ DYSPയെ ഭീഷണിപ്പെടുത്തി എന്നാണ് ഇന്നലെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നമ്മളോട് പറഞ്ഞു. അതിന്റെ താഴെ ഉണ്ടായിരുന്ന സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഈ അന്വേഷണം എങ്ങനെയെങ്കിലും അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. നമുക്കിന്ന് കാണാൻ കഴിഞ്ഞത് ഒരു CPMന്റെ പ്രാദേശിക നേതാവ് ഈ പ്രതികളായിട്ടുള്ള കുട്ടികളുമായി മജിസ്ട്രേറ്റിന്റെ മുറിയിലേക്ക് വരെ കടന്നു ചെന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ കേസ് എങ്ങനെയും അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സുസംഘടിതമായിട്ടുള്ള ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ SFIയുടെ നേതാക്കന്മാർ എല്ലാ ചാനലുകളിലും ചെന്ന് പച്ച പരസ്യമായി ഈ ചെയ്തതിനെ ന്യായീകരിക്കുകയായിരുന്നു. ഞാൻ ഇന്നലെ ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത ഒരു ചർച്ചയിൽ ഒരു SFI നേതാവ് പറഞ്ഞത് ഈ പീഡന പരാതി SFI ഈ പെൺകുട്ടി കൊടുത്ത പീഡന പരാതിയെ കുറിച്ച് അന്വേഷിക്കണം എന്നാണ്. അത്രയ്ക്ക് ഭീകരമായിട്ടുള്ള ശ്രമങ്ങളാണ് ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ കേസിൽ സത്യം തെളിയണമെന്നുണ്ടെങ്കിൽ ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ എന്നാണ് പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ വിശ്വസിക്കുന്നത്. അത് ആ കുട്ടിയുടെ സിദ്ധാർത്ഥന്റെ മാതാപിതാക്കന്മാർ എത്രയും പെട്ടെന്ന് ഈ കേസിൽ കോടതി നിരീക്ഷണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിക്കണം എന്നാണ് ഞാൻ വിനയപൂർവ്വം ആ മാതാപിതാക്കളോട് അഭ്യർത്ഥിക്കുന്നത്. അത് ചെയ്യാൻ ഓരോ ദിവസവും താമസിക്കുന്തോറും ഈ കേസിലുള്ള എല്ലാ തെളിവുകളും അപ്രത്യക്ഷമാകും, ഈ പ്രതികൾ രക്ഷപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് ഈ സിദ്ധാർത്ഥന്റെ അച്ഛൻ പ്രകാശനും അമ്മ ഷീബയും അടിയന്തരമായി കേരള ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ മേൽനോട്ടത്തിലുള്ള CBI അന്വേഷണത്തിന് വേണ്ടി കോടതിയെ സമീപിക്കുകയും CBI അന്വേഷണം വരുമെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തില്ല എങ്കിൽ ഈ ഹീനവും ക്രൂരവും നിഷ്ഠൂരവുമായിട്ടുള്ള ഈ കുറ്റകൃത്യം ചെയ്തിട്ടുള്ള പ്രതികൾ എല്ലാം തന്നെ രക്ഷപ്പെട്ടു പോകുന്നത് കണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് ലജ്ജിച്ച് തല താഴ്ത്തി നിൽക്കേണ്ടി വരും എന്നാണ് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.